ശ്രീ റോണി കെ ബേബി, ഇപ്പോൾ കോൺഗ്രസ് എംപിമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശശി തരൂർ അടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഒരു സെൽഫി പോസ്റ്റ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഗവർണറുമായിട്ടുള്ള ഒരു സെൽഫിയും എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവർണറെ പ്രകീർത്തിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോസ്റ്റ് പങ്കുവച്ചത്. കോൺഗ്രസ് നിലവിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോട്ടോകോൾ മാനദണ്ഡങ്ങളൊക്കെ തന്നെ മാറ്റിവെച്ച് തികച്ചും അനൗദ്യോഗികമായി എന്ന് പറയപ്പെടുന്ന ഒരു ചർച്ച തന്നെയാണ്, സൗഹൃദപരമായ ഒരു ചർച്ചയും കൂടിക്കാഴ്ചയും ഒക്കെ തന്നെയാണ് അവിടെ സംഘടിപ്പിച്ചത്. കാരണം അദ്ദേഹം പരാമർശിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി എത്തി, ഗവർണർ എത്തി, മുഖ്യമന്ത്രിയുമായി ഒരുപാട് സമയം ചിലവഴിച്ചു, ഏകദേശം 50 മിനിറ്റോളം ചിലവഴിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഈ പ്രാതൽ നയതന്ത്രത്തെ നോക്കിക്കാണുന്നത്? രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഒന്ന് ബഹുമാനപ്പെട്ട ഗവർണർ, ഹീസ് ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ചീഫ് മിനിസ്റ്റർ അല്ലെ മുഖ്യമന്ത്രി, ഹീസ് ദ ഹെഡ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പം ഇവർ തമ്മിൽ അനൗദ്യോഗികമായി കൂടി കാണുന്നതൊക്കെ അതിനകത്ത് ഒരു തെറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഇതിനു മുമ്പൊക്കെ നിരവധി തവണ അനൗദ്യോഗികമായി ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അല്ലെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും അവര് രണ്ട് ഭരണഘടനാപരമായ പദവികളിൽ ഇരുന്നപ്പോൾ രാഷ്ട്രീയപരമായി അവർ പോരടിച്ചെങ്കിലും അവർ തമ്മിൽ അനൗദ്യോഗികമായി അവരുടെ ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം ഔദ്യോഗികമായി എന്ത് നിലപാടെടുക്കുന്നു, അതാണ് അവിടുത്തെ പ്രസക്തമായ ചോദ്യം. ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ എന്ത് നിലപാടുകൾ സ്വീകരിക്കുന്നു, അല്ല സംസ്ഥാനത്തിന് ഗുണകരമായി എന്ത് കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നു. ഇവിടെ നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ഗവർണറായി ആദ്യം ഈ കേരളത്തിൽ വന്നപ്പോഴും ഇതുപോലെ വളരെ സൗഹാർദ്ദപരമായിരുന്നു. അന്ന് ഈ സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ പല വീഴ്ചകളും ആദ്യഘട്ടത്തിലൊക്കെ ആരിഫ് മുഹമ്മദ് ഖാൻ കണ്ണടച്ചു പിടിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ വി സി നിയമനത്തില് അത് നിയമവിരുദ്ധമാണെന്നും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഒരു സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് അഭ്യർത്ഥിച്ച് മാനദണ്ഡങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചപ്പോൾ ആ ഫയലിൽ തന്നെ ഗവർണർ അനുമതി നൽകി, നിയമവിരുദ്ധമായി തന്നെ അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷെ പിന്നീടാണ് ഇവർ തമ്മിൽ, സർക്കാരും ഗവർണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതും പിന്നീട് പരസ്യമായി പോരടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തത്. ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ട് ഉദാഹരണങ്ങളാണ്. ഈ രാജേന്ദ്ര അർലേക്കർ, അദ്ദേഹം വളരെ വിശാല മനസ്കനും അല്ലെ കേരളത്തിന്റെ കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണെന്നും രാഷ്ട്രീയമൊക്കെ ഒരുപാട് മാറ്റി നിർത്തി കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ ഇവിടെ സമർത്ഥിക്കുന്നത് രണ്ട് ഉദാഹരണങ്ങൾ. ഒന്ന്, ഈ പറയുന്ന ബഹുമാനപ്പെട്ട കേരളത്തിലെ എംപിമാരുമായി ഗവർണർ അദ്ദേഹം ഒരു ഡിന്നറൊക്കെ നൽകി ഹോസ്റ്റ് ചെയ്തു, അവര് കൂടിക്കാഴ്ച നടത്തി. അതിനെയാണ് നമ്മളിപ്പോൾ ഒരു വലിയ സംഭവമായി നമ്മളെ ഇവിടെ ചിത്രീകരിക്കുന്നത്. ഇപ്പോൾ അവിടെ ഒരു മുദ്രാവാക്യമൊക്കെ നൽകി, രാഷ്ട്രം ഒന്നാമത്, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ അതിനൊപ്പം തന്നെ നിൽക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് ജോർജിനെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ, കാരണം നമുക്ക് ഗവർണർ എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനാണ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സെന്റർ, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നടുക്കുള്ള, കാരണം ഹി ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഗവർണർ. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് ഗവർണർ വഴിയാണ്, സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്. പക്ഷെ ആ സുപ്രധാനമായ യോഗത്തിൽ രണ്ട് കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, എക്സിക്യൂട്ടീവിന്റെ ഭാഗമായി നിൽക്കുന്ന, ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രണ്ട് മന്ത്രിമാർ പങ്കെടുത്തില്ല എന്നത് വളരെ ഗൗരവമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ പറയുമ്പോൾ പ്രിയങ്ക ഗാന്ധി പങ്കെടുത്തില്ല, KPC പ്രസിഡന്റ് പങ്കെടുത്തില്ല. പക്ഷെ ഞങ്ങളുടെ ബാക്കി 15 എംപിമാരുണ്ടല്ലോ. കോൺഗ്രസ് സമൂലമായി അതിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. കോൺഗ്രസിന്റെ അവൈലബിൾ ആയിട്ടുള്ള എംപിമാരെല്ലാം അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ട് BJPയുടെ എംപിമാർ മാത്രമല്ല, അവർ കേന്ദ്രമന്ത്രിമാരാണ്. അവർ വേണം നമുക്ക് കേന്ദ്രത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നൽകുവാനായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഗവർണർ വലിയ നയതന്ത്രമൊക്കെ നടത്തി എന്ന് പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡിപ്ലോമസി ഈ ഭരണകക്ഷിയിൽ ഉള്ള രണ്ട് പേരെ പങ്കെടുപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. പിന്നെ ഇവിടെ രണ്ടാമത് പറയുന്ന ഒരു കാര്യം, ഇവിടെ നിർമ്മല സീതാരാമനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഗവർണറുമായി ഒരു ടേബിളിൽ ഒന്നിച്ചുകൂടി അവര് പുട്ടും കടലയും അപ്പവും സ്റ്റൂവും ഒക്കെ കഴിച്ചു എന്നാണ് നമ്മൾ പിന്നെ പത്രങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ് റിലീസും വന്നു. ഇതൊരു അനൗദ്യോഗിക മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അനൗദ്യോഗികമായി ഇവര് ഒരുപാട് വേദികളിലൊക്കെ കാണാറുണ്ട്, കൂടി കാണാറുണ്ട്. ഇതൊന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിർമ്മല സീതാരാമൻ കേരള ഹൗസിലേക്ക് വന്നത് വലിയ സംഭവമായിട്ടാണ് നമ്മളിവിടെ പർവ്വതീകരിച്ച് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു ധനകാര്യമന്ത്രി, ആദ്യമായിട്ടൊന്നുമല്ല, BJP ഭരിക്കുന്ന നിരവധി സംസ്ഥാനങ്ങളുടെ അവിടുത്തെ ഈ കേരള ഹൗസ് പോലെയുള്ള സംസ്ഥാന ഓഫീസ് അല്ലെങ്കിൽ വസതികളിൽ, ഔദ്യോഗിക വസതി ഭവനങ്ങളിലൊക്കെ ഇതിനു മുമ്പ് നിർമ്മല സീതാരാമൻ വന്നിട്ടുണ്ട്, ചർച്ചകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ് അവിടെ ചർച്ച ചെയ്തത്? സാധാരണഗതിയിൽ ഒരു ചർച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഇന്ന ആവശ്യങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തു, അല്ലെങ്കിൽ ആ കാര്യങ്ങളോടൊക്കെ കേന്ദ്രം അനുഭാവപൂർണ്ണമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു
എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്തത്? കാരണം വളരെ ഗുരുതരമായ ഒരു 3-4 കാര്യങ്ങൾ കേരളം പിന്നെ സ്ഥിരമായി നമ്മളിവിടെ ഉന്നയിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒന്ന് വയനാട്, കാരണം അത് വളരെ പിന്നെ ആപ്റ്റായ വിഷയമാണ്. കാരണം നമുക്ക് നൽകിയിരിക്കുന്ന സമയപരിധി ഈ മാർച്ച് 31-നകം അവസാനിക്കുകയാണ്. 530 കോടി രൂപ നമുക്ക് 50 വർഷത്തേക്ക് നമുക്ക് വായ്പ നൽകുന്നു. പക്ഷെ അതിന്റെ കണക്ക് ബോധിപ്പിക്കുവാൻ നമുക്ക് ആകെപ്പാടെ കിട്ടിയത് വെറും 45 ദിവസമാണ്. അതിന്റെ സമയപരിധി മാർച്ച് 31-ന് തീരുക. അപ്പോൾ നമുക്കത് സമയപരിധി നീട്ടിത്തരുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അതിനെക്കുറിച്ച് ഒരു ആൻസർ ഇല്ല. 2, നമ്മൾ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 സ്റ്റേറ്റുകളിലേക്ക് കടക്കുക. നമ്മൾ 10,000 കോടി രൂപയുടെ വായ്പ ആണ് നമ്മൾ ചോദിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല. അതുപോലെ തന്നെ കടമെടുപ്പ് പരിധി, കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് ആ കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് എത്രയോ വർഷങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് പോലും ഫയൽ ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെതിരെ ഈ സാമ്പത്തിക വിഷയത്തിൽ കേസ് ഫയൽ ചെയ്തത്. പക്ഷെ അതിന്റെ അകത്ത് എന്ത് ചർച്ച നടന്നു? നമുക്ക് അനുകൂലമായി എന്ത് മറുപടി നൽകി? കഴിഞ്ഞ 48 മണിക്കൂറായിട്ടുള്ളൂ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിൽ ഒരു വിഷയത്തിൽ ശക്തമായ വിരുദ്ധ അഭിപ്രായങ്ങൾ, ഭിന്നാഭിപ്രായങ്ങൾ. ബഹുമാനപ്പെട്ട കേരളത്തിലെ മന്ത്രി പറയുന്നു കേന്ദ്രം നമുക്ക് നൽകുവാൻ കുടിശ്ശികയാണ് ആശാ വർക്കർമാരുടെ കാര്യത്തിൽ. കേന്ദ്രമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം ഈ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി തന്നെ കേന്ദ്ര പാർലമെന്റിൽ പറയുന്നു 1 രൂപ പോലും കേരളത്തിന് കുടിശ്ശികയില്ല. അപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദിച്ചോ? ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ്, പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന വലിയ വിഷയമാണ് ഈ ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട്. അതിനകത്ത് മുഖ്യമന്ത്രി ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അവസരം ഇവിടെ പറഞ്ഞു, രാജേന്ദ്ര അർലേക്കർ ഭയങ്കര മാതൃകാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു ഗവർണറായിരുന്നു. ഞാൻ ഒറ്റ കാര്യം കൂടെ സൈറ്റ് ചെയ്യാം. അദ്ദേഹം ബീഹാർ ഗവർണറായിരുന്നപ്പോൾ അന്ന് നിതീഷ് കുമാർ ഒരു ഇടക്കാല സമയത്ത് ഒരു 6-7-8 മാസം അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ആ സമയത്ത് രാജേന്ദ്ര അർലേക്കർ ഈ നിതീഷ് കുമാറിനോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നുകൂടി നമ്മൾ പരിശോധിച്ചിട്ട് അദ്ദേഹം വളരെ സത്യസന്ധനായിരുന്നു, നീതിബോധമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു, മികച്ച ഭരണാധികാരിയായിരുന്നു, നല്ല ഗവർണറായിരുന്നു എന്നൊക്കെ നമ്മൾ അദ്ദേഹത്തിന് പട്ടം ചാർത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നത് മാത്രമേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളൂ. ശ്രീ രാധാകൃഷ്ണൻ ചെറുവള്ളി, ഇപ്പോൾ കേന്ദ്ര